ബാലുശ്ശേരിയുടെ ജനമനസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പമാണ്, സംശയവുമില്ല. ബാലുശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷനില്ല. ബാലുശ്ശേരിയുടെ നീറുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കാലാകാലങ്ങളായുള്ള പ്രശ്നമാണ് ബാലുശ്ശേരിയുടെ ബൈപ്പാസ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി ഒരേ രാഷ്ട്രീയ ചിന്താധാരയിൽ ജനപ്രതിനിധികളായി വരുന്നവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ബാലുശ്ശേരിയുടെ ജനങ്ങൾക്ക് മുന്നിലുള്ള വിഷയമാണ്. കേരളം UDF ജയിക്കുമ്പോൾ ബാലുശ്ശേരിയും UDF-നൊപ്പം ജയിക്കും. നമസ്കാരം. LDF-ന്റെ ഉരുക്കുകോട്ട എന്നാണ് ബാലുശ്ശേരി അറിയപ്പെടുന്നത്. കഴിഞ്ഞ തവണ SFI നേതാവായിരുന്ന സച്ചിൻ ദേവ് ആയിരുന്നു ബാലുശ്ശേരിയിലെ MLA ആയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ബാലുശ്ശേരി പിടിക്കുന്നതിന് വേണ്ടി UDF കളത്തിലിറക്കിയിരിക്കുന്നത് KSUവിലെ കരുത്തനെയാണ്. UDF സ്ഥാനാർത്ഥി VT സൂരജ് ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. സൂരജ് ബ്രോ, അതിന് വിജയാശംസകൾ. എന്തൊക്കെയാണ് പ്രതീക്ഷ? UDF നല്ല വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ബാലുശ്ശേരി നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും UDF-നോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ബാലുശ്ശേരിയുടെ ജനമനസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പമാണ്, സംശയവുമില്ല. കേരളം UDF ജയിക്കുമ്പോൾ ബാലുശ്ശേരിയും UDF-നൊപ്പം ജയിക്കും. ബാലുശ്ശേരിയിൽ പ്രത്യേകത യുവാക്കൾ തമ്മിലാണ് മത്സരം എന്നുള്ളതാണ്. LDF-നാണെങ്കിൽ സച്ചിൻ ദേവാണ്, UDF-ന് വേണ്ടി KSU നേതാവാണ് മത്സരിക്കുന്നത്. SFI-കാരനും KSU-കാരനും തമ്മിലുള്ള മത്സരം എങ്ങനെയായിരിക്കും? ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. ബാലുശ്ശേരിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബാലുശ്ശേരിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരായ ആളുകളുടെ നാടാണ്. ഗ്രാമീണർ, കർഷക തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, അങ്ങനെ ഏറ്റവും സാധാരണക്കാരായ നാട്ടിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ജീവൽ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ബാലുശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രശ്നം നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഒന്ന്, അവന്റെ ജീവിത സാഹചര്യങ്ങൾ. അത് കുടിവെള്ളമുണ്ട്, പാർപ്പിടമുണ്ട്, തൊഴിലുണ്ട്, മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ ബാലുശ്ശേരിയുടെ പ്രശ്നമാണ്. ഒന്ന്, നമുക്ക് എടുത്തു നോക്കിയാൽ വിദ്യാഭ്യാസ മേഖല. ബാലുശ്ശേരിയിൽ ആകെയുള്ളത് ഒരു ഗവൺമെന്റ് കോളേജാണ്. ആ ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചത് കേരളത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആരംഭിച്ച കോളേജാണ്. അതിന് അന്ന് തുടങ്ങിയ കോഴ്സുകളല്ലാതെ കൂടുതൽ കോഴ്സുകൾ അനുവദിക്കാൻ സാധിച്ചിട്ടില്ല. ആരുടെ പരാജയമാണ്? 2, ആരോഗ്യ മേഖലയിൽ ഇനിയും മെച്ചപ്പെടേണ്ട സാധ്യതകളും സാഹചര്യങ്ങളും ബാലുശ്ശേരിക്കുണ്ട്. വയലട പോലെ പ്രകൃതി സൗന്ദര്യമുള്ള, കരിയാത്തമ്പാറ പോലെ, കക്കയം പോലെയുള്ള ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള പ്രദേശങ്ങൾ ബാലുശ്ശേരിയിലുണ്ട്. ഒരുപാട് ആളുകൾ വരുന്ന പ്രദേശങ്ങൾ. അതൊക്കെ ആ നാട്ടിലെ സാധാരണക്കാരുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റും അവതരിപ്പിക്കാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചിട്ടില്ല. ഇനി ഏത് ബാലുശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷനില്ല. ബാലുശ്ശേരിയുടെ നീറുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമായി കാലാകാലങ്ങളായുള്ള പ്രശ്നമാണ് ബാലുശ്ശേരിയുടെ ബൈപ്പാസ്. അങ്ങനെ ഒട്ടനവധിയായ വിഷയങ്ങൾ ബാലുശ്ശേരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലമായി ഒരേ രാഷ്ട്രീയ ചിന്താധാരയിൽ ജനപ്രതിനിധികളായി വരുന്നവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ബാലുശ്ശേരിയുടെ ജനങ്ങൾക്ക് മുന്നിലുള്ള വിഷയമാണ്. ബാലുശ്ശേരിക്ക് ഇതൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ശേഷി ഉണ്ടായിട്ട് പോലും അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ജനപ്രതിനിധികൾക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ് ബാലുശ്ശേരിയിലെ കുറെയൊക്കെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. ആ ബാലുശ്ശേരിയിൽ ഐക്യജനാധിപത്യ മുന്നണി ആരോഗ്യ രംഗത്തായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തായാലും, ഇനി ഏത് മേഖലയായാലും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കും ഞാനുണ്ടാവും.